ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഇന്ന് നിൽക്കുന്നത് റാവിൽ കൊടുവള്ളി ഷഫീഖ് ഉസ്താദ് തൊട്ടടുത്താണ്. റമദാൻ നമ്മോട് ആഗതമായിരിക്കുകയാണ്. റമദാനെ പറ്റി ഉസ്താദ് നമ്മോട് കുറഞ്ഞ വാക്കിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് ഈ പ്രേക്ഷകർ എന്താണ് ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉസ്താദ് നമ്മളോട് പങ്കുവെക്കും. നമുക്ക് അസ്സലാമു അലൈക്കും സാഹിബ്. ഈ റമദാൻ നമ്മളിലേക്ക് ആഗതമായല്ലോ. ആദ്യത്തെ പത്തിനും രണ്ടാമത്തെ പത്തിനും മൂന്നാമത്തെ പത്തിനും എന്താണ് നമ്മൾ മുമ്പായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്? റമദാൻ ഇന്നിന്റെ മഗ്‌രിബോട് കൂടി ആഗതമാവുകയാണ്. അൽഹംദുലില്ലാഹ്. ഏതൊരു സത്യവിശ്വാസിയും ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റമദാനിന്റെ വരവ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന് അവ്വലുഹു റഹ്മ, ഔസതുഹു മഗ്ഫിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇതിന്റെ ആദ്യത്തെ 10 എന്നുള്ളത് റഹ്മത്തിന്റെ 10ആണ്, കാരുണ്യത്തിന്റെ 10ആണ്. അപ്പൊ ഒന്നാമത്തെ 10 അല്ലാഹുവോട് കാരുണ്യത്തെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരുണ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ബാക്കിയുള്ളതൊക്കെ തുടർച്ചയായി തോന്നുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുന്റെ പാപമോചനം മഗ്ഫിറത്താണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ഇത്തഖുന്നു മിന്നാർ, നരകത്തിന് മോചനമാണ്. ഒന്നാമത്തെ 10 നമ്മൾ അള്ളാഹുവിൽ ചോദിക്കേണ്ട കാര്യമാണ് അള്ളാഹുവെ നിന്റെ കാരുണ്യം നിങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം അത് ഏറ്റവും ബൃഹത്തായ രീതിയിൽ അള്ളാഹുവോട് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്ക് മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ മോചനവും നരകമോചനവും അതൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ 10 കൃത്യമായിട്ട് നമ്മൾ ചിലവഴിക്കണം. പലപ്പോഴും പല ആളുകളും ഒന്നാമത്തെ 10 അല്ലേ അത് ഒഴിവാക്കാം, മഗ്ഫിറത്തിന്റെയും അവസാനത്തെ 10 ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പലരും പറയാറുണ്ട്. അതൊന്നും നോക്കാതെ നമ്മൾ കൃത്യമായിട്ട് ഒന്നാമത്തെ 10 അള്ളാഹുവിന്റെ റഹ്മത്തിന് പരമാവധി ചോദിക്കാൻ വേണ്ടി ചെയ്യണം. നോമ്പ് കൃത്യമായിട്ട് നോമ്പെടുക്കണം. ഒന്നും തന്നെ ഖദാ പറയുക. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിയ്യത്ത്. അത് എല്ലാ നോമ്പിലും നിയ്യത്ത് വെക്കാൻ നിർബന്ധമാണ്. ശാഫിഈ മദ്ഹബ് അനുസരിച്ച് എല്ലാ ദിവസവും രാത്രി നോമ്പിന് നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ് സുബ്ഹിന്റെ മുമ്പായിക്കൊണ്ട്. എന്നാൽ നമ്മൾ ഈ ഒന്നാമത്തെ രാത്രിയിൽ 30 ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ആദ്യമേ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് നമ്മൾ അഥവാ ഏതെങ്കിലും ദിവസം നിയ്യത്ത് വെക്കാൻ മറന്നാൽ ആദ്യം വെച്ച റമദാൻ ഒന്നാമത്തെ രാത്രി വെച്ച ആ നിയ്യത്ത് കൊണ്ട് മതിയാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ചായിരിക്കും നമ്മൾ നോമ്പ് നോൽക്കേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റമദാനുമായി മുമ്പോട്ട് പോകണം നോമ്പ്